ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൈ വേ ബൈ കല്യാണി. കല്യാണി കുറച്ച് ദിവസമായിട്ടുള്ളൂ എയറിൽ നിന്ന് ഒന്ന് താഴേക്ക് ഇറങ്ങിയിട്ട്. കല്യാണി എയറിൽ പോകാൻ ഇടയായിട്ടുള്ള സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. കല്യാണി എന്ന് പറയുന്ന ബ്യൂട്ടി ബ്ലോഗർ അവരുടെ ചാനൽ വഴി നിരന്തരം ധാരാളം ബ്യൂട്ടി പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്തിരുന്നു. അങ്ങനെ പ്രൊമോട്ട് ചെയ്ത പല പ്രോഡക്റ്റുകളും അവർ യൂസ് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ യൂസ് ചെയ്തതിൽ ഏതോ ഒരു ഫേസ് ക്രീം സ്റ്റിറോയിഡിന്റെ കണ്ടന്റ് ഉള്ളതായിരുന്നു. ആ സ്റ്റിറോയിഡിന്റെ കണ്ടന്റ് ഉള്ള പ്രോഡക്റ്റിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം അവരുടെ ഫേസിന് കനത്ത ഡാമേജ് തന്നെ ഉണ്ടായി. എന്തായാലും കല്യാണി ഒരു ഹോസ്പിറ്റലിനെ സമീപിക്കുന്നു, ട്രീറ്റ്മെന്റ് എടുക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചികിത്സയുടെ രണ്ടാമത്തെ ഘട്ടത്തിൽ കല്യാണി ആ ഒരു സ്ഥാപനത്തിനോട് കൊളാബ് ആവശ്യപ്പെടുന്നു. കൊളാബ് തങ്ങൾ നൽകില്ല, അങ്ങനെ ഒരു പതിവ് തങ്ങൾക്കില്ല എന്ന് ഈ ഒരു സ്ഥാപനം കല്യാണിയോട് പറയുന്നു. അതിനെ തുടർന്ന് കല്യാണിയും ആ ഒരു സ്ഥാപനവും തമ്മിൽ ചെറിയ രീതിയിലുള്ള ക്ലാഷുകൾ ഉടലെടുക്കുന്നു. കല്യാണി ഇതിന്റെ ഒരു പകപോക്കൽ എന്ന നിലയിൽ ആ ഒരു സ്ഥാപനത്തെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. ആ ഒരു സ്ഥാപനത്തിന്റെ പേരൊന്നും പറഞ്ഞില്ല, പക്ഷേ ആ ഒരു സ്ഥാപനത്തിന്റെ പേര് ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വന്ന ഒരു കമന്റ് കല്യാണി അവരുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നു. അതോടുകൂടി തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ ഒരു സ്ഥാപനത്തിന്റെ പിന്നാലെ പോയി അവരോട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. അന്നേരം ആ സ്ഥാപനം പറഞ്ഞു കല്യാണി യൂസ് ചെയ്ത പ്രോഡക്റ്റ് സ്റ്റിറോയിഡ് കോണ്ടന്റ് ഉള്ളതായിരുന്നു. അത് ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് കല്യാണിയുടെ ഫേസിന് നല്ല രീതിയിലുള്ള ഡാമേജ് ഉണ്ടായി. അതുകൂടാതെ അവര് ആ ഒരു സ്ഥാപനത്തിലെ ട്രീറ്റ്മെന്റിന്റെ ഫലമായിട്ടാണ് വണ്ണം കുറച്ചതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കല്യാണി എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറുടെ ഫ്രോഡ് പരിപാടി വെളിച്ചത്തേക്ക് വന്നു. ഇതോടുകൂടി തന്നെ കല്യാണിയാണ് സ്വയം എയറിലേക്ക് പോകാനുള്ള അവസരം സൃഷ്ടിച്ചതെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. കുറച്ച് ദിവസമൊക്കെ ഒന്ന് പിടിച്ചേക്കാൻ നോക്കിയെങ്കിലും ആള് എയറിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരാനായിട്ട് പറ്റിയ സിറ്റുവേഷൻ അല്ലായിരുന്നു. പിന്നീട് പല കോൺട്രവേഴ്സികളും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴത്തേക്ക് കല്യാണി എന്ന് പറയുന്ന ടോപ്പിക്കിനെ എല്ലാവരും മറന്നുപോയി. ഇന്നലെ ഞാൻ അവിചാരിതമായിട്ട് യൂട്യൂബിൽ ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടു. ആ ഒരു റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് കല്യാണി ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ആണ്. സോ അതിനകത്ത് എന്താണ് ഒരു കണ്ടന്റ് ഞാനത് ശ്രദ്ധിക്കാൻ പോയില്ല, ഞാനതങ്ങ് സ്കിപ്പ് ചെയ്ത് വിട്ടു. അത് കഴിയുമ്പോൾ ഇന്ന് രാവിലെ അതുലിന്റെ ചാനലിനകത്ത് ഇതേ സെയിം ടോപ്പിക്ക് തന്നെ വന്നു. സോ ഞാൻ ആ ഒരു വീഡിയോ മുഴുവൻ ഇരുന്ന് കണ്ടു. എന്നിട്ട് ഞാൻ ആ ഒരു ടോപ്പിക് എടുക്കണ്ട എന്ന് കരുതി വിട്ടു. അതിനുശേഷം രേണു ചേച്ചിയുടെ ചാനലിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ കണ്ടു. അതും ഞാൻ ഇരുന്ന് കണ്ടു. അതിനുശേഷം ഞാൻ നേരെ കല്യാണിയുടെ ചാനലിലേക്ക് പോയി. എന്താണ് ഇതിന് മാത്രം ഇതിനകത്ത് പ്രശ്നം അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ചാനലിനകത്ത് പോയി ആ ഒരു പർട്ടിക്കുലർ വീഡിയോ കണ്ടു. സത്യം പറഞ്ഞാൽ കല്യാണി സാറാ ജോസഫിനെ പഠിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഒരു വിളിക്കാത്ത കല്യാണത്തിന് പോയി ഫുഡ് കഴിച്ചിട്ട് അതിന്റെ റിവ്യൂ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് ആ ഒരു ഇവന്റ് നടത്തിയ കേറ്ററിംഗ് സ്ഥാപനം വന്ന് കമന്റ് ചെയ്ത ഒരു പെൺകുട്ടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. ആ ഒരാളാണ് സാറ എന്ന് പറയുന്ന പെൺകുട്ടി. ആ ഒരു പെൺകുട്ടി ആവാണ്ടുള്ള പരിശ്രമം കല്യാണി നടത്തി നോക്കിയതാണ്, പക്ഷെ അടപടന്ന് തേഞ്ഞൊട്ടി എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും കല്യാണിയുടെ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ വഴികളായ റോഡുകളോടെ എല്ലാം തെണ്ടി തിരിഞ്ഞ് വന്നിട്ട് നേരെ അടുക്കള പ്ലേറ്റും എടുത്തോണ്ട് കയറി കേട്ടോ, വല്ലതും തിന്നാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എമ്മി ഒരൊറ്റ ലെഗ് പീസ് ഉണ്ട്. ഇത് അപ്പൂന് വെച്ചേക്കും അമ്മ. എൻ്റെ കാല വെട്ടും എടുത്ത. ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാവേ. ഇതുണ്ടോ? അയ്യോ തോന്നുന്നു, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന കണ്ണിമാങ്ങ പോലെ അല്ല ഇത്. കണ്ടോണേ. ഇതെന്ത് ഈ ഇടതയില് ഫുഡ് എടുക്കുന്നു, അത് കഴിയുമ്പോൾ വലതയിലോട്ട് ഈ അങ്ങനെയൊക്കെ ഞാനൊന്നും കഴിക്കാറില്ല കേട്ടോ. എനിക്ക് അതൊരു അരോചകമായിട്ട് തോന്നുന്നു. ഉള്ള കാര്യം പറയാം, ഈ രണ്ട് കയ്യിൽ ഫുഡാക്കി കഴിക്കുക എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സ്വഭാവമാണ്. അങ്ങനെ ഞാനൊന്നും കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു വല്ലാത്തൊരു ഇറിറ്റേറ്റിംഗ് മൊമെന്റാണ്. കറുമുറ സൗണ്ട് കണ്ടോ? ഇതിന്റെ മണം മതി ചോറിന്. എമ്മി എമ്മി. വേറെ കറികളൊന്നുമില്ല, മീൻതലയും അച്ചാറും. സന്തോഷം. കഴിച്ച് മക്കം കഴിക്കാം. അപ്പോൾ പിന്നെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു ചെന്നപ്പോൾ ഇങ്ങനെ ഒരു കപ്പ് എനിക്ക് വേണം കേട്ടോ. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം പോയി എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഈ വലിയ കപ്പിൻ്റെ അകത്തങ്ങ് വെക്കാലോ എന്ന് വിചാരിച്ചു. മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല പച്ച പാരയായിരുന്നു കേട്ടോ, ചൂണ്ടയിട്ട് പിടിച്ചത്. അങ്ങനെ ഞാൻ അതും കൂടെ ഒഴിച്ചിട്ട് ഇതാണ്ട് ഇങ്ങനെ എമ്മിയായിരുന്നു കേട്ടോ. ഇരുന്ന് ഇങ്ങനെ മൃഷ്ടാനം ഞാൻ കഴിച്ചു. സോ ഈ ഒരു വീഡിയോയ്ക്കകത്ത് എന്താണ് പോരാഴിക എന്ന് ഞാൻ പറയാം.
എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഓവറായിട്ടുള്ള എക്സ്പ്രഷൻ ഇട്ട് ചളവാക്കിയ ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവരൊരു പക്ഷേ സാറ ജോസഫ് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ കോപ്പി അടിച്ചായിരിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, സാറ എന്ന് പറയുന്ന ആള് ഒരു കുസൃതിയൊക്കെ ഉള്ളൊരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ബിഹേവിയർ ആണ് അവരുടെ വീഡിയോസിനകത്ത് കാണിക്കുന്നത്. കല്യാണി എന്ന് പറയുന്ന ഈ ഒരു ബ്യൂട്ടി വ്ലോഗർ, അവർക്ക് ഇത് ഒട്ടും യോജിച്ച ഒരു ഇതല്ല. എന്താ പറയാ, നമ്മള് കോപ്പി അടിച്ചാൽ ഉപ്പോളം വരില്ല ഉപ്പിലിട്ടതെന്ന് പറയത്തില്ലേ, ആ ഒരു അവസ്ഥയാണിത്. കല്യാണിയുടേതായിട്ടുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷെ കല്യാണി അതിന് തയ്യാറാവുന്നില്ല. നല്ല രീതിക്ക് ഇനിയും ബ്യൂട്ടി വ്ലോഗും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വരാം. പഴയ പോലെ ഫേക്ക് പ്രോഡക്റ്റുകളൊന്നും പ്രൊമോഷനായിട്ടല്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് നിങ്ങളുടെ വ്ലോഗുകളും മറ്റു കാര്യങ്ങളോട് മുന്നോട്ട് വരാം. അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ ഞാൻ ഇന്ന് ഈ ഒരു സബ്ജക്റ്റ് എടുക്കാനുള്ള സാഹചര്യം മാറ്റുന്നില്ല. ഇവരുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റുകൾ ധാരാളം വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു കമന്റാണ് ഒത്തിരി ഇഷ്ടത്തിൽ നിന്നും ഒട്ടും ഇഷ്ടമില്ലാതെയായി. അതിന് കല്യാണി കൊടുത്തിരിക്കുന്ന ഒരു റിപ്ലൈ, അതൊരു വോയിസ് ആണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. സിമ്പിളായിട്ട് ഡോണ്ട് റെക്കമെൻഡ് ദിസ് ചാനൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്റെ ഒരു വീഡിയോയും താങ്കളുടെ ഫീഡിൽ വരില്ല. അപ്പൊ അത് ചെയ്തിട്ട് പോകുന്നതല്ലേ എളുപ്പം. കഴിഞ്ഞില്ല, ഇനി ഒരു കമന്റും കൂടി ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് കാണാം. എടാ, നിനക്കിങ്ങനെ കുത്തിയിരുന്ന് കമന്റ് ഇടാൻ വേറെ പണിയൊന്നും ഇല്ലേടാ? നിനക്ക് നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്തിട്ട് നിനക്ക് ഇഷ്ടമുള്ളവരുടെ വീഡിയോ പോയി കണ്ടൂടെ? എന്തിനാ കഷ്ടപ്പെട്ട് ഇത്രയും വലിയ കമന്റ് ഇവിടെ ഇടുന്നേ? സോ ഇതാണ് കല്യാണി കൊടുത്തിരിക്കുന്ന റിപ്ലൈ. കല്യാണി ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളും ഞാനും എല്ലാം കണ്ടന്റ് ക്രിയേറ്ററുകളാണ്. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോഴത്തേക്ക് യൂട്യൂബ് അത് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഓഡിയൻസ് ആയിട്ട് വരുന്ന ആളുകൾ അതിന് താഴെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒരു 10-20 വാക്ക് എഴുതി വെക്കണം. എങ്കിലേ യൂട്യൂബ് അത് പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. അതുകണക്ക് അവർ ലൈക്കും ചെയ്യണം. അപ്പം അങ്ങനെ ലൈക്കും കമന്റും ഒക്കെ ചെയ്ത് ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആളുകൾ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. കാരണം നിങ്ങൾ പലതരത്തിലുള്ള ഫ്രോഡ് പരിപാടികളും ഇതിനിടയ്ക്ക് കാണിച്ചു വിട്ടിട്ടുണ്ട്, ഈ പറയുന്ന കൊളാബുകളുടെ പേരും പറഞ്ഞുകൊണ്ട്. ആ ഒരു ഇത് കാരണം തന്നെ നിങ്ങളോട് ആളുകൾ ചെറിയൊരു വെറുപ്പുണ്ട്. ആ ഒരു വെറുപ്പ് വീണ്ടും കൂട്ടാണ്ട് ഇങ്ങനെയുള്ള കമന്റുകൾ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. എന്നാലും എന്റെ ചാനലിനകത്ത് ഇത്തരത്തിലുള്ള കുറെ അധികം നെഗറ്റീവ് കമന്റുകളുണ്ട്. ഞാൻ ചിലതിനൊക്കെ ഓക്കെ അല്ലെങ്കിൽ പുച്ഛം കലർന്ന കമന്റ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഒഴിവാക്കി വിടാറുണ്ട്. ഒട്ടും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കമന്റാണ് ഞാൻ എടുത്ത് പൊക്കം വിടും. അങ്ങനെ ഞാൻ ധാരാളം കമന്റുകൾ പൊക്കം വിട്ടിട്ടുണ്ട്. ചിലരെ ഞാൻ എന്റെ ചാനലിൽ നിന്ന് തന്നെ ഹൈഡ് ചെയ്ത് വിടാറുണ്ട്. എനിക്ക് അതിനകത്തൊന്നും യാതൊരു മടിയുമില്ല. സോ കല്യാണി എന്ന് പറയുന്ന ഒരു വ്യക്തി ധാരാളം ഫോളോവേഴ്സും മറ്റും കാര്യങ്ങളും ഉള്ള ഒരാളാണ്. നിങ്ങളെ വളർത്തിയെടുത്തത് ഈ പറയുന്ന ആളുകളാണ്. അവരൊരു കാലഘട്ടത്തിൽ നിങ്ങളെ നല്ല രീതിക്ക് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇന്ന് അവരിൽ പലരും നിങ്ങളെ എതിർക്കുന്നത്. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. സോ ഇനിയെങ്കിലും നല്ല നല്ല കണ്ടന്റുകളുമായിട്ട് വരിക, ഉടായ്പ പ്രോഡക്റ്റുകളുമായിട്ടൊന്നും വരരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ. കുറെ നേരമായിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു 8-10 ടേക്ക് എടുത്ത ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് ചെറിയ ചെറിയ കുറ്റങ്ങൾ കാണും, കുറവുകൾ കാണും. ഒന്ന് സഹിക്കുക. കാരണം മറ്റൊന്നുമില്ല, വീഡിയോ ചെയ്തു വരുമ്പോൾ അറിയാതെ നാക്കിണ്ട് കടിക്കുകയാണ്. അതെന്താണെന്ന് ഇനിയിപ്പം അടുത്ത തവണ ഡോക്ടറെ കാണാൻ പോകുമ്പോഴേ അറിയുള്ളൂ. കാരണം ഈ 1-2 ദിവസമായിട്ട് നാക്കിണ്ട് കടിക്കുന്നുണ്ട്. അതാണ് ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറയാനും മറന്നുപോയി. ഈ നാക്കിണ്ട് കടിച്ചടിച്ച് നാക്കിൻ്റെ അവിടെ ഇവിടെ എല്ലാം മുറിഞ്ഞിരിക്കുക. എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത തവണ പോകുമ്പോഴത്തേക്ക് ഓർത്തിരുന്നാൽ അതിന് ഡോക്ടറോട് പറഞ്ഞ് മരുന്ന് മേടിക്കേണ്ട സിറ്റുവേഷനിലാണ്. നല്ല മറവിയുണ്ട്. അതുകൊണ്ട് തന്നെ പല കണ്ടന്റുകളും എടുത്തു വെച്ചിട്ട് ചെയ്യാണ്ട് മറന്നുപോകും. ഈ കണ്ടന്റും കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞായിരിക്കും എൻ്റെ കയ്യിലോട്ട് പിന്നെ ആ സബ്ജക്റ്റ് കിട്ടുന്നത്. പിന്നെ ഞാൻ എന്തോ എടുത്തു വെച്ച് വീഡിയോ ചെയ്യേണ്ട. ഇത് തന്നെ ഇന്ന് ഉച്ച തൊട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ എന്നാൽ ബൈ.